ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാൻ പോകുന്നത് ആൻഡോ എന്ന പേരുള്ള ഒരു ക്രൈസ്തവ യുവാവ് ഒരു ക്രൈസ്തവനെ കുറിച്ച് പറഞ്ഞ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഈ ചങ്ങായി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴല്ല സത്യം പറഞ്ഞ ആകെ ഞെട്ടി തെരിച്ചു പോയി. ഇതുപോലുള്ള ആൾക്കാരുണ്ടല്ല നമ്മൾ ഈ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്നാലേക്കുമ്പോ സത്യം പറഞ്ഞിട്ടില്ല പേടിയാകുന്നു, ആകെ പേടിയാകുന്നു. അതായത് ഈ ആൻഡോ എന്ന ക്രൈസ്തവനുണ്ടല്ല ജോലിക്കായിട്ട് ഒരു ക്രൈസ്തവന്റെ വീട്ടിൽ തന്നെയാണ് പോയത്. പക്ഷെ ആ ക്രൈസ്തവനുണ്ടല്ല വീട്ടുകാരന് ഈ ആൻഡോനെ കണ്ടപ്പോണ്ടല്ല ഒരു മുസ്ലിം ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വന്നു. അങ്ങനെ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടല്ല ക്രിസ്ത്യാനിയായ വീട്ടുകാരനുണ്ടല്ല, അയാളെ ക്രിസ്ത്യാനെന്ന് ഞാൻ പറയുന്നില്ല, ക്രിസ്ത്യൻകായ വീട്ടുകാരൻ ഈ ആൻഡോനോടുണ്ടല്ല ഒരു ദേഷ്യം, ഒരു പകയുള്ള പോലെയാണ് പെരുമാറിയത്. അങ്ങനെ കുറെ സമയം ഉണ്ടല്ലോ ഈ ആൻഡോയോടുണ്ടല്ലോ ആ ചങ്ങായി വല്ലാണ്ട് ദേഷ്യം കാണിച്ചു പോലും. കുറച്ച് കഴിയുമ്പോഴാണ് ആൻഡോണ്ടല്ല കാത് കുത്തിയതും ആൻഡോയുടെ കഴുത്തിൽ ഒരു മാലയും ആ ക്രിസ്ത്യൻകായ വീട്ടുകാരൻ കണ്ടത്. അപ്പോഴാണ് ക്രിസ്തങ്കിക്ക് ഉണ്ടല്ല ഇതൊരു ക്രൈസ്തവനാണ് തോന്നിയത്. അതിനുശേഷം ഉണ്ടല്ല ആ ക്രിസ്തങ്കി ഈ ആൻഡോനോട് വല്ലാത്ത സ്നേഹം കാണിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ക്രിസ്തങ്കയ വീട്ടുകാരനുണ്ടല്ല ഈ ആൻഡോയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങളെ കുറിച്ച്. മുസ്ലിങ്ങൾ അത്രമാത്രം വെറുപ്പാണ് ആ ക്രിസ്തങ്കിക്ക്. എന്തായാലും ആ ക്രിസ്തങ്കയ വീട്ടുകാരൻ നമ്മൾ ആൻഡോയോട് പറഞ്ഞ കുറച്ച് വൃത്തികെട്ട കാര്യങ്ങളുണ്ടല്ല, മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ വൃത്തികെട്ട കാര്യങ്ങൾ ആൻഡോ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിലല്ല നിങ്ങൾ എന്തായാലും തീർച്ചയായും ഈ വീഡിയോ കണ്ടേ പറ്റൂട്ടാ. നമസ്കാരം കേട്ടോ. ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ആളുകളുടെ ഇത്തരത്തിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു വാഷിംഗ് മെഷീന്റെ കംപ്ലൈന്റ് നോക്കാനായിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്, അതായത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് മിണ്ടാൻ ഭയങ്കര മടി, പിടിച്ചുള്ള സംസാരം. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും പുള്ളിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് പുള്ളി എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഈ മനുഷ്യൻ ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, വീട്ടിൽ വരുന്ന ആളുകളോട് പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനുശേഷമാണ് പുള്ളി ഞാൻ ഈ കാതയിൽ കടുക്കലിട്ടേക്കുന്നതും എന്റെ കഴുത്തേൽ മാല കിടക്കുന്നതൊക്കെ പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളി പതുക്കെ എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്നാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പേര് ഇന്നതാണ്. എവിടെയാ വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മൈലക്കൊമ്പിലാണ് വീട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യ മതത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത് എന്ന് പറയാം. അപ്പൊ അദ്ദേഹം എന്നോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാളുടെ ഉള്ളിൽ കിടന്ന സാധനം അയാൾ എന്നോട് പറഞ്ഞു. അയാളോട് ഞാൻ ഓർത്തേ കാക്കാനാന്നോർത്തു എന്ന് പറഞ്ഞു. ആ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചിട്ടാ ഇയാൾക്ക് എന്നോട് മിണ്ടാൻ മടി. ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടാ അയാൾക്ക് അയാളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധതയാണ്. ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇപ്പൊ തൊടുപുഴയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? തൊടുപുഴ ടൗൺ മുഴുവൻ ഇവന്മാരെ കീഴടക്കി. ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ എന്നോട് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നി. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ അവരെ അത്തരത്തിൽ ഇന്ന് വരെ എനിക്കൊരു പ്രശ്നവും കണ്ടിട്ടില്ല. ഞാൻ ഈ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ഒരു മതിലപ്പുറം, അതായത് ഒരു ഭിത്തിക്ക് അപ്പുറം താമസിക്കുന്ന ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഇന്നും രാവിലെ കഴിച്ചിട്ട് പോയ മനുഷ്യനാണ് ഞാൻ. ആ എന്നോടാണ് ഇയാൾ മുസ്ലിം വിരുദ്ധത പറയുന്നത്. കുട്ടിക്കാലത്ത് എല്ലാ നബിദിന റാലിക്കും ഒരുപോലെ അവരുടെ കൂടെ ഒപ്പം പോയി ഒരുപോലെ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആ എന്നോടാണ് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധത പറയുന്നത്. എന്റെ സഹോദരനുള്ളിലായിട്ടുള്ള എന്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ കൊണ്ടുനടക്കുന്ന ഷനൂഫുക്ക, ആ ഷനൂഫുക്കയുടെ വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ച് കുളിച്ചുറങ്ങി അവിടെ താമസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം പോലെ ജീവിക്കുന്ന എന്നോടാണ് ഇയാൾ മുസ്ലിം വിരുദ്ധത പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ അത്തരം ഒരു കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ നോക്കി ആരോടും ഞാൻ സൗഹൃദം കൂടിയിട്ടില്ല. എനിക്ക് ചെറുപ്പത്തിൽ ദഫ് കളി ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ദഫ് കളിക്കാനായിട്ട് സ്കൂളിലെ ദഫ് ടീമിൽ ചേരുകയും അതുപോലെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് വരെ പോയി ദഫ് കളിച്ച ഒരാളാണ് ഞാൻ. അത്രയും ഇഷ്ടപ്പെട്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ എനിക്ക് ജീവിതം തന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. കാരണം ഞാൻ മലയാളം ആൽബം മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല വർക്കുകളെല്ലാം തന്നിരുന്നത് മുസ്ലിംസാണ്. ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. കൊല്ലം ഷാഫിക്കൊക്കെ കൈവിടാതെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള മനുഷ്യനാണ് ഇന്നും ഇപ്പോഴും ഈ നിമിഷവും. അങ്ങനെയുള്ള എന്നോടാണ് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധത പറയുന്നത്. അയാൾ പറഞ്ഞ വർത്താനം, നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്നെങ്കിലേ ഇവന്മാരെ നേരിടാൻ പറ്റുള്ളൂ. എന്താവശ്യത്തിന് നേരിടണം? ഇവിടെ എന്തായാലും മാത്രം സംഭവിച്ചിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായില്ല അത്. അതിന് മാത്രം ഈ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല. തീർച്ചയായിട്ടും വലിയ ഭയവും വലിയ ദുഃഖവും ഉണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും. ശരിക്കും പേടിയാവും നമുക്ക്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു എന്താ പറയാ, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണെന്ന് പണ്ട് സ്കൂളിൽ പ്രതിജ്ഞയൊക്കെ ചൊല്ലി ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയക്കുക തന്നെ വേണം. നമ്മൾ പ്രിയപ്പെട്ടവരെ ഒറ്റ കാര്യം, നമ്മൾ വളർന്നു വരുന്ന നമ്മളുടെ മക്കളിലേക്കെങ്കിലും ഇത്തരം വിഷം കുത്തിവെക്കുന്ന ആളുകളെ മക്കളുടെ അടുത്തുനിന്നെങ്കിലും നമുക്ക് അകറ്റി നിർത്താൻ നമുക്ക് പറ്റണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ചിലപ്പം വലിയ വിപത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ പേടിക്കുന്നു.
ആൻഡോ പറഞ്ഞത് സത്യല്ല. ഇതുപോലുള്ള ക്രിസംഖികളുണ്ടല്ലോ, സംഘികളെക്കാളും നമ്മൾ ഭയക്കണം. സംഘികൾ ഇത്രയും വിഷമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ക്രിസംഖ്യക്കാണ് സംഘികളെക്കാളും വിഷം. എന്നിട്ട് ആ ക്രിസംഖി നമ്മൾ ആനോട് പറയുന്നു, ഹിന്ദുക്കളും ക്രൈസ്തവരുണ്ടല്ല ഒരുമിച്ച് നിൽക്കണം, എന്നിട്ട് ഒരുമിച്ച് നിന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പോരാടണം എന്ന്. യഥാർത്ഥ ക്രൈസ്തവന് യഥാർത്ഥ ഹിന്ദു ഉണ്ടല്ല, ഇതുപോലുള്ള പരനാരി ക്രിസംഖികൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല, ഇതിലൂടെ കേട്ടിട്ട് ഇതിലോട്ട് വിടും, വേണമെങ്കിൽ ചപ്പക്കുരി നോക്കിയിട്ട് ഒന്ന് കൊടുക്കുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, ആ വൃത്തികെട്ട കാര്യം പറഞ്ഞ ക്രിസംഖികളില്ല ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ സംഘികൾ കാണിക്കുന്ന ഒന്നും കാണുന്നില്ല. അതും പോട്ടെ, നമ്മളെ കേരളത്തിലുണ്ടല്ല ഈ അടുത്ത കാലത്തായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ സംഘികളുണ്ടല്ല എമ്മാതിരി തെറി വിളിയാണ്. അതൊന്നും ഈ വേട്ടാവളയും ക്രിസംഖി ഉണ്ടല്ല ഇതുവരെ കണ്ടിട്ടില്ലേ? ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ. ശരിക്കും ആന്റോയുടെ സ്ഥാനത്തുണ്ടല്ല ശരിക്കും ഒരു മുസ്ലിം ആയിരുന്നു ആ വീട്ടിൽ ജോലിക്ക് പോയതെങ്കിൽ ആ ചങ്ങായി ആ മുസ്ലിം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞ് ഇതിന് മുന്നേ ആ വേട്ടാവളയും ക്രിസംഗിന്റെ വീട്ടിൽ എത്ര മുസ്ലിങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടാവും, അവരൊക്കെ എത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. അതുമാത്രമാണ് ഇതുപോലുള്ള ക്രിസംഗികൾ എവിടെയൊക്കെ ഉണ്ടാവും, അവരൊക്കെ ആ വീട്ടിൽ ജോലിക്ക് പോകുന്ന മുസ്ലിങ്ങളോട് ഇതുപോലെ വൃത്തികെട്ട രീതിയിലായിരിക്കില്ലേ പെരുമാറിയിട്ടുണ്ടാവുക. ഒന്നും വേണ്ട, നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലിക്ക് പോകുമ്പോൾ ആ വീട്ടുകാരെ നമ്മളോട് മോശമായിട്ട് നോക്കിയാൽ നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാവും. അപ്പോഴാണ് മതം നോക്കിയിട്ട് ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ ഇമാതിരി വർത്താനം പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മുസ്ലിം ആയിരുന്നു ശരിക്കും ആ വീട്ടിൽ ജോലിക്ക് പോയതെങ്കിൽ ആ മുസ്ലിം ഉണ്ടല്ല എത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും, എത്രമാത്രം വേദനിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഞാൻ നിങ്ങളോടുണ്ടല്ല എന്റെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ല 99% വീടുകളുണ്ടല്ല മുസ്ലിങ്ങളെ വീട്ടിൽ തന്നെയാണ്. അതായത് ഞാൻ ഒരു ആശാരി പണിക്കാരനാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാല. അതായത് കണ്ണൂർ ജില്ലയിലെ മുസ്ലിങ്ങളെ കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് പെണ്ണിന്റെ വീട്ടിലുണ്ടല്ല, പെണ്ണിന്റെ വീട്ടിൽ അറ നിർമ്മിക്കും. ആ അറ നിർമ്മിക്കലാണ് എന്റെ ജോലി. ചില സമയത്ത് അത്തരം വീടുകളുണ്ടല്ല എക്സ്ട്രാ പണി വന്നിട്ട് എന്റെ പണി തീരാതെ വരും. അപ്പൊ ഞാനുണ്ടല്ല എന്റെ ഏതെങ്കിലും സുഹൃത്തായ ആശാരി പണിക്കാരനല്ലേ അയാളെ വിളിക്കും. അവൻ വരുമ്പോണ്ടല്ല ചിലപ്പോ അവന്റെ കൂടെയുള്ള 2-3 ആശാരിമാരെ കൂടെ കൂട്ടും. അതിൽ ചിലപ്പോ ഉണ്ടല്ല BJP-കാരുണ്ടാവും. അങ്ങനെ വരുന്നവരെ എനിക്ക് എങ്ങനെ BJP-കാരനായെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെയൊക്കെ കയ്യിൽ കിട്ടുന്ന രാഖി ഉണ്ടല്ല, ആ രാഖി കണ്ടുകഴിഞ്ഞാൽ ആരാണ് BJP എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ ആ BJP-കാർ ആ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവും. ഈ വീട്ടുകാരുണ്ടല്ല, ഈ വീട്ടുകാരനായ മുസ്ലിം അത് കണ്ടിട്ട് എന്നെ അടക്കം BJP-കാരനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്നെ അടക്കം തെറി വിളിക്കുമെന്ന് ഞാൻ പേടിക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞിട്ടുള്ള ആ വീട്ടിൽ ആ BJP-കാരൻ ജോലി ചെയ്യുന്ന സമയത്തുണ്ടല്ല അവന് കൊടുക്കുന്ന വെള്ളത്തിലോ അവന് കൊടുക്കുന്ന ഭക്ഷണത്തിലോ എന്തിന് അവന് കൊടുക്കുന്ന മര്യാദയില്ലേ, ആ മര്യാദയിൽ പോലും ഒരു കുറവും ആ മുസ്ലിം വീട്ടുകാർ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യൂല. അതിന്റെ കാരണം ഉണ്ടല്ലോ അവരെ വീട്ടിൽ ജോലിക്ക് വന്നാലും ശരി, ഒരു സഹായത്തിന് വന്നാലും അത് ആരായാലും അത് ഏത് BJP-കാരായാലും മുസ്ലിങ്ങളുണ്ടല്ല നല്ല രീതിയിൽ മാത്രമേ പെരുമാറുള്ളൂ. പുറത്തവർക്കുണ്ടല്ല BJP-യുടെ നല്ല വെറുപ്പുണ്ട്, അവരെ അനുകൂലിക്കുകയില്ല. പക്ഷെ വീട്ടിൽ ജോലിക്കല വരുമ്പോഴല്ല അവർ നല്ല രീതിയിൽ മാത്രമേ നോക്കാറുള്ളൂ. പിന്നെ ഞാൻ എന്റെ സുഹൃത്തിനോട് പറയും, നീ എന്ത് പണിയുടെ കാണിച്ചേ BJP-കാരനെ കൂട്ടിയിരുന്നു, നീ അടുത്ത പണിക്ക് വന്നേക്കലെന്ന് ഞാൻ എന്റെ സുഹൃത്തിനോട് പറയാറുണ്ട്. പക്ഷെ ആ വീട്ടുകാരന് ഇതുവരെ ഉണ്ടല്ലോ എന്നോട് നീ എന്തിനാണ് BJP-കാരനെ കൂട്ടി വന്നതെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഈ നാട്ടിലാണ് ഒരു ക്രൈസ്തവ യുവാവിന മുസ്ലിമാണ് ധരിച്ചിട്ട് ഒരു ക്രിസ്ത്യൻകായ വീട്ടുകാരൻ ഇമ്മാതിരി വൃത്തികേട് കാണിച്ചത്. അതിനുശേഷം അവനൊരു ക്രിസ്ത്യാനിയാണ് തിരിച്ചറിഞ്ഞപ്പം ആ ക്രിസ്ത്യൻകിയുടെ സ്നേഹം കണ്ടില്ലേ, എമ്മാതിരി സ്നേഹം. നമ്മൾ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളുണ്ടല്ല ഒരുമിച്ച് നിൽക്കണം, മുസ്ലിങ്ങളെ തുരത്താന്നെല്ലാം പറയുമ്പോൾ ഇമ്മാതിരി വർഗീയവാദിയൊക്കെ നമ്മളെ കേരളത്തിൽ ഉണ്ട് എന്നാലേക്കുണ്ടല്ല. സത്യം പറഞ്ഞാല് ഭയം നല്ലോണം തോന്നുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ച യഥാർത്ഥ ക്രൈസ്തവനായ ആന്റോയ്ക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.